യുള്ള ആളാണ്. എത്രത്തോളം അവരുടെ ഒരു മോന് എന്തോ ഒരു പരീക്ഷ എഴുതുന്നതിന് വേണ്ടി സാഹിത്യരംഗത്ത് അറിയപ്പെട്ട ഒരു അറബി പഠിക്കുന്നതിന് വേണ്ടി ഒരു വഹാബി എഴുതിയ ഒരു ബുക്ക്, അദ്ദേഹം വഹാബി ആയതുകൊണ്ടല്ല, ആ ആശയം പഠിക്കുന്നതിന് വേണ്ടിയല്ല, പക്ഷെ പരീക്ഷ എഴുതാൻ വേണ്ടി എന്തോ ഒരു ആവശ്യത്തിന് ആ ബുക്ക് നോക്കുന്നത് വാപ്പയാകുന്ന ഷാലിയാത്തി അഹമ്മദ് കോയ ഷാലിയാത്തി നിങ്ങൾ കണ്ടപ്പോൾ മോനോട് പറഞ്ഞു, മോനെ ഒരിക്കലും ഒരാവശ്യത്തിനും വേണ്ടി എന്ത് ചെയ്യരുത്, വഹാബിന്റെ ബുക്ക് വായിക്കരുത് എന്നാണ്. ഇന്നിപ്പോ നമ്മോട് പറഞ്ഞാൽ പറഞ്ഞ ആളെ പൊട്ടനാകും, വയലേക്കും ഞാൻ കിടക്കണില്ല. ഞാൻ പറഞ്ഞത് വഹാബിന്റെ ബുക്ക് വായിക്കരുത് എന്ന് പറഞ്ഞു. അത് വായിക്കാൻ പാടില്ല. ഇപ്പൊ ഞാനത് ആശയം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഞാനത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നാലും ഇത് വായിക്കരുത് എന്നാണ്. അങ്ങനെ കഴിഞ്ഞു. പിന്നെയും കുറച്ച് ശേഷം കാലങ്ങൾക്ക് ശേഷം മോനെന്ത് ചെയ്തു, ഇത് നോക്കുന്നത് വീണ്ടും ആപ്പയുടെ ദൃഷ്ടിയിൽ പെടുകയാണ്. കാഴ്ചപ്പെട്ട പറഞ്ഞു, ഇന്ന് മുതൽ നിന്റെ പരി നിൽക്കരുത് എന്നാണ്. മാത്രല്ല, ഞാൻ മരിച്ച എന്റെ മുഖം അവനെ കാണിക്കാൻ പാടില്ല, എന്റെ അനന്തര സ്വത്ത് പോലും അവന് കൊടുക്കാൻ പാടില്ല. അത്രയും കർശനമായ സുന്നത്യമായത്തിന്റെ ആദർശ രംഗത്ത് വളരെ കാർക്കശ്യത്തോടെ പെരുമാറിയായിരുന്നു ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി. അവരൊക്കെ കഴിഞ്ഞുപോയി. ഇതിപ്പോ ഒന്നും പറയാൻ പറ്റിയ കാലമില്ല, കാരണം പറഞ്ഞില്ലേ, പറഞ്ഞ ആളുകളെ ഒട്ടനാകുകയാണ്. അതായത് ഇന്ന് എല്ലാം വഹാബിന്റെ ബുക്കും വഹാബിന്റെ പ്രസംഗം എല്ലാം കേട്ടിട്ട് എല്ലാവർക്കും വസ്വാസാവാണ്, സംശയമാവാണ്. അത് വേണോ, ഇത് വേണോ, അത് അതിന്റെ ആവശ്യമുണ്ടോ, ഇതിന്റെ ആവശ്യമുണ്ടോ, എന്തിനാ പത്ര തോന നേരം, എത്ര ഇങ്ങനെ, എന്തിനാ അങ്ങനെ ചെല്ലണ്, ഇങ്ങനെ ചെല്ലണ്, എല്ലാവർക്കും സംശയം വന്നു. എന്തുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ളവരോടുള്ള പെരുമാറ്റാണല്ലോ അങ്ങനെയല്ല ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു പുത്തനാശയക്കാരന്റെ മുഖത്ത് നോക്കി ഒരാൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. ഒരു പുത്തനാശയക്കാരന്റെ മുഖത്ത് നോക്കി അവന്റെ ആശയത്തെ പിന്തുടരുന്ന രൂപത്തിൽ ഒരാൾ ഒരു പുഞ്ചിരിച്ചാൽ സലബല്ലാഹു ഫീ ഖൽബിഹി ഹലാവത്തുൽ ഈമാൻ, ഈമാൻ അവന്റെ കൽബിന്ന് ഊരപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ പ്രശ്നമാണ്. പക്ഷെ പറയേണ്ടത് പറയണല്ലോ. എന്നിട്ട് മുത്ത് റസൂൽ പറഞ്ഞു, അവൻ ശക്ക ഫിഹാദ, ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫല്യുജരിബ്, ഒന്ന് പരിശോധിച്ചോളി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അവന്റെ കൂടെ നടന്നെന്ത് ചെയ്യും, അവരുടെ ആശയം നമ്മളിലേക്ക് എന്ത് എത്തുകയാണ്. അപ്പൊ നമുക്കൊന്നും വിഷയമില്ലാതാവുക, പ്രശ്നമില്ല. അവരെ മനസ്സ് കൊണ്ടുപോയി ചേർക്കും, അവരെ സ്കൂൾ കൊണ്ടുപോയി ചേർക്കും. എന്നെ നമ്മളിപ്പോ പരസ്പരം ഭിന്നിക്കേണ്ട സമയമാണോ, അറിയുന്നതുണ്ടോ, ഇവരെല്ലാം ഒന്നല്ലേ. ഇതാണ് ഇപ്പൊ എല്ലാവരും പറയാ. ആ ആശയത്തെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈമാനം വളരെ ഊരപ്പെടുമെന്ന് ഞാൻ പറഞ്ഞതല്ല, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തിയുടെ ആ കർക്കശമായ നിലപാട്. ഇത് തന്നെയായിരുന്നു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതമായ ഇഖ്യാസ് മുസ്ലിയാർ, അവർക്കും ഇതേ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മുടെ ഉലമാ മുഴുവനും ആദർശ രംഗത്ത് ആദർശദാർഢ്യതയിൽ ജീവിച്ച മഹാന്മാരാണ്. അല്ലാഹു അവരൊക്കെ മദത് നമുക്ക് നൽകുമാറാകട്ടെ. അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അവരെ സ്മരിക്കുന്ന ഒരു മജ്ലിസ് കൂടിയാണല്ലോ.